കേന്ദ്ര സഹവാഴ സുരേഷ് ഗോപി അറിഞ്ഞായിരുന്നു? തലസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടരികത്തുള്ള ബി.ജെ.പിയുടെ വാർഡ് കൗൺസിലർ ആത്മഹത്യ ചെയ്തു. കരുവന്നൂർ അല്ല വിഷയം. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘ തട്ടിപ്പിൽ ബി.ജെ.പിക്കാരെല്ലാം കൂടി പണം അടിച്ചുകൊണ്ട് പോയതിൽ മനംനൊന്ത് സാമ്പത്തിക ബാധ്യതയേറി തലസ്ഥാന നഗരസഭയിലെ പ്രധാനപ്പെട്ട ബി.ജെ.പി കൗൺസിലറാണ് ആത്മഹത്യ ചെയ്തത്. പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം കാണാനില്ല. അദ്ദേഹത്തിന് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഈ ബാങ്കിലെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട ബി.ജെ.പി പ്രവർത്തകരെ കുറിച്ച് ആശങ്കയില്ലേ? അവർക്ക് പണം വാങ്ങിക്കൊടുക്കാൻ ഉത്തരവാദിത്വമില്ലേ? അതോ കരിവന്നൂരിൽ മാത്രമേ അദ്ദേഹത്തിന് വേദന വരത്തുള്ളൂ? ഒന്ന് ആലോചിക്കുക. കൗൺസിലറാണ്, പോരാത്തതിന് ഈ ബാങ്കിന്റെ ചുമതലക്കാരൻ കൂടിയായിരുന്നു ആത്മഹത്യ ചെയ്ത കെ അനിൽകുമാർ. അദ്ദേഹം സ്വന്തം ഓഫീസിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമങ്ങളെയെല്ലാം സംഘപരിവാർ ഇന്ന് കയ്യേറ്റം ചെയ്തത് എന്തിനാണ്? ഒരു വാർഡ് കൗൺസിലർ ആത്മഹത്യ ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു വാർത്തയല്ല. പ്രത്യേകിച്ച് തന്റെ ഓഫീസിൽ രാവിലെ വരുന്നു, അവിടെ തൂങ്ങി മരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ ബാങ്കിൽ തലസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കന്മാരുടെ ഇടപെടൽ പലർക്കും വേണ്ടത്ര രേഖകളില്ലാതെ യഥേഷ്ടം വായ്പകൾ വാങ്ങിക്കൊടുത്തു. പിന്നെ ബി.ജെ.പിക്കാരാണല്ലോ, എന്തെങ്കിലും കൈ കിട്ടിയാൽ പിന്നെ തിരിച്ചു കിട്ടുന്നത് പാടുള്ള കേസാണ്. അങ്ങനെ ഒരു പാവപ്പെട്ട കൗൺസിലറായിട്ടുള്ള ബി.ജെ.പിയുടെ കുറച്ച് ആത്മാർത്ഥതയുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നേതാക്കന്മാരുടെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ഇഷ്ടക്കാർക്കെല്ലാം വായ്പ അനുവദിച്ചു. ഒടുവിൽ വായ്പ പറ്റിച്ചുകൊണ്ട് പോയപ്പോ ബി.ജെ.പി നേതൃത്വം കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കൗൺസിലർ സ്വന്തം ഓഫീസിൽ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഒന്നും ഉറഞ്ഞു തുള്ളുന്നത് കാണാനില്ല. ഒരു കൗൺസിലർ കഴിഞ്ഞ ദിവസം രാജിവെച്ചത് നിങ്ങൾ കണ്ടു കാണും. കൈക്കൂലി മേടിച്ചതിനെ തുടർന്ന് മുട്ടത്തറ വാർഡ് കൗൺസിലറെ CPM ഉടൻ തന്നെ പുറത്താക്കിയിരുന്നു. പക്ഷേ ഒരു കൗൺസിലറെ മുൻനിർത്തിക്കൊണ്ട് ഒരു സൊസൈറ്റി നടത്തുക, ഒരു സഹകരണ ബാങ്ക് നടത്തുക, ആ സഹകരണ ബാങ്കിലൂടെ യഥേഷ്ടം പാവപ്പെട്ട ബി.ജെ.പിക്കാരുടെ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ പല ബി.ജെ.പിക്കാരായിട്ട് തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോയ പണം ഒടുവിൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത കൗൺസിലറായ അനിൽകുമാറിന്റെ തലയിലേക്ക് വന്നു. വാങ്ങിച്ചു കൊടുത്തവനും അത് ഇടപെട്ടവനെല്ലാം മുങ്ങുകയും ചെയ്തു. സുരേഷ് ഗോപിയെയും ബി.ജെ.പിയുടെ തലസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാരെയും സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാരോടെയെല്ലാം മുന്നിൽ പോയി കാല് പിടിച്ച് കേണപേക്ഷിച്ചു. പക്ഷേ സഹായിച്ചില്ല. ഒടുവിൽ ഒരു തുണ്ട് കയറിൽ അദ്ദേഹം ജീവനൊടുക്കുകയാണ്. എന്തുകൊണ്ടും കേരളത്തിലെ സംഘപരിവാറുകാരുടെ വഞ്ചനയെ തുടർന്ന് വായ്പ എടുക്കാൻ പറഞ്ഞു വിട്ടവരും വാങ്ങിക്കൊടുത്തവരെല്ലാം കൈമലർത്തി കാട്ടിയപ്പോൾ ആ ബാങ്കിലെ നിക്ഷേപകരായിട്ടുള്ളവർ മുഴുവൻ അനിൽകുമാറിന്റെ അടുത്ത് പണം ചോദിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. വാങ്ങിക്കൊടുത്ത തലസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞതോടുകൂടി പിന്നെ ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയായി. വയനാട് DCC ട്രഷററായിട്ടുള്ള NM വിജയൻ ആത്മഹത്യ ചെയ്ത് അതിന് സമാനമാണ് തലസ്ഥാനത്തെ കൗൺസിലറായിട്ടുള്ള കെ അനിൽകുമാറിന്റെ ആത്മഹത്യ എന്ന് പറയേണ്ടി വരികയാണ്. NM വിജയനെ കൊണ്ട് കോൺഗ്രസുകാർ പണം പേടിപ്പിച്ച് നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ബി.ജെ.പി നേതൃത്വം അനിൽകുമാറിനെ കൊണ്ട് ബാങ്കിലേക്ക് ഇഷ്ടം പോലെ നിക്ഷേപം മേടിച്ചതിന് ശേഷം അത് നേതാക്കന്മാരുടെ ഇഷ്ടക്കാർക്ക് മതിയായ രേഖകളില്ലാതെ വിതരണം ചെയ്തപ്പോൾ എല്ലാത്തിനും ഗ്യാരണ്ടി പറഞ്ഞവർ ഒടുവിൽ കൈമലർത്തിക്കാട്ടി. ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. സംഘപരിവാറുകാർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ മാധ്യമങ്ങളെ കയ്യേറ്റം കൂടി ചെയ്യുകയാണ്. കേരളത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ നിക്ഷേപകരോടും പാവപ്പെട്ടവരോടുമെല്ലാം വലിയ നന്മമരമായി അവതരിക്കുന്നവർ ഈ പാവപ്പെട്ടവരുടെ പണം മടക്കി നൽകുമോ? ആത്മഹത്യ ചെയ്ത് കടന്നുപോയ അനിൽകുമാറിന്റെ കുടുംബത്തെ രക്ഷിക്കുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ തട്ടിപ്പുകൾ നടത്തുന്ന വ്യക്തികൾ ആരാണെന്ന് ഈ സമൂഹത്തിന് കണ്ണു തുറന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ഇവർ തട്ടിപ്പേ വെട്ടിപ്പേ എന്ന മുറവിളി ഉയർത്തുകയും അവിടെ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന ബാങ്കുകളെയെല്ലാം താളം തെറ്റിക്കാൻ ശ്രമിക്കുന്നത്. കരുവന്നൂരിലെ പണം കിട്ടാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്നപ്പോ വയോധികയോട് അടിച്ച വാചകങ്ങൾ നിങ്ങൾ കേട്ടതാണ്. ചേച്ചി കൂടുതൽ സംസാരിക്കരുത്, വേണമെങ്കിൽ പോയി ആത്മഹത്യ ചെയ്തോ, ഇനി എന്റെ ഉത്തരവാദിത്തമല്ല. ഇത് തന്നെയാണ് അനിൽകുമാർ നേരിട്ട അവസ്ഥ.